ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ടുള്ളൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 15 അല്ലി വെളുത്തുള്ളിയും 4 പച്ചമുളക് 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അടുപ്പത്തോട്ടൊരു കുക്കർ വയ്ക്കുക. അതിലേക്ക് 3-4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗരം മസാല 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം വലിയ ഒരു തക്കാളിയാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് വെന്തുടയണം കേട്ടോ. അത്രയും നന്നായിട്ട് വേവണേ. അപ്പോൾ അത് നന്നായിട്ട് വേവാൻ വയ്ക്കുന്ന സമയത്ത് ഞാനിവിടെ 2 കപ്പ് അരി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തടഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. 600 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ മുതൽ 600 ഗ്രാം വരെ എടുക്കാവുന്നതാണ് കേട്ടോ. ആ ഒരു അളവിനാണ് ചെയ്യുന്നത്. അരപ്പം ബീഫിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുക കുക്കർ. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ടാവും. ഇനി ബീഫ് വേകാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എനിക്കിവിടെ 6 വിസിൽ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ബീഫ് വേകാനായിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ബീഫ് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഏകദേശം 90% ബീഫ് വെന്താൽ മാത്രം മതി. ബാക്കി ചോറും കൂടി ഇടുന്ന സമയത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ സെയിം കുക്കറിൽ തന്നെയാണ് നമ്മൾ ചോറും വേവിച്ചെടുക്കുന്നത്. ഈ ഒരു 1/4 പോർഷൻ വെന്ത ബീഫ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട്. പീസ് മാത്രം നമുക്ക് ആ ഗ്രേവി മാത്രം മതി. ആ ഗ്രേവി ഒന്ന് നമുക്ക് അളന്ന് നോക്കണം കേട്ടോ. എത്രമാത്രം ഗ്രേവി ഉണ്ടെന്നുള്ളത് അളന്ന് നോക്കണം. അപ്പോൾ ഞാനിത് അളന്ന് നോക്കിയപ്പോൾ ഏകദേശം 2 കപ്പോളം ഗ്രേവി ഉണ്ട്. ഇനി ആ കുക്കറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇത് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച ആ ഒരു ബീഫ് സ്റ്റോക്കും, അപ്പോൾ ബീഫ് സ്റ്റോക്ക് 2 കപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരി എടുത്തുകൊണ്ട് തന്നെ 4 കപ്പ് വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് ബീഫ് സ്റ്റോക്കും 2 കപ്പ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ ഇത് നേരത്തെ 20 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെച്ച അരിയാണ്. അതിപ്പോൾ ഊറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ചോറും ബീഫും എല്ലാം നല്ല പാകത്തിന് കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മുടെ ചോറ് പെർഫെക്റ്റ് ആണ്. നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ചൂട് ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. ഈ ഒരു ടൈമിൽ നല്ല ചൂടായിട്ടിരിക്കുമല്ലേ, അപ്പോൾ ചോറൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കുക്കായൊന്ന് മാത്രം ചെക്ക് ചെയ്തതിന് ശേഷം കുക്കർ അങ്ങ് മൂടി വെച്ച് കൊടുക്കുക. വിസിലങ്ങ് ഊരി മാറ്റുക കേട്ടോ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ ഇരിക്കും. സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഓപ്പൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ലെമൺ ടീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ചോറ് വിളമ്പുന്നത്. ചോറ് ഡേറ്റ്സ് പിക്കിളിൻ്റെ കൂടെയും അതുപോലെ സലാഡിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.